29ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ കൂവൽ. സംഭവത്തിൽ യുവാവിനെ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി വേദിയിലേക്ക് പോകുമ്പോഴായിരുന്നു റോമിയോ എന്ന യുവാവ് കൂവിയത്. ഇയാളെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇയാളെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ചലച്ചിത്രമേളയിലെ ഡെലിഗേറ്റർ അല്ല യുവാവ് എന്നാണ് വിവരം. ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നത് 2022 പാസ്സായിരുന്നു. എന്നാൽ എന്തിനായിരുന്നു കൂവിയതെന്നും പ്രതിഷേധത്തിന് പിന്നിലെ കാരണം എന്താണെന്നും വ്യക്തത വന്നിട്ടില്ല. യുവാവിനെ ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം IFFK പ്രസംഗത്തിൽ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്ന സ്ത്രീകൾക്ക് അന്തസ്സോടെ അവരുടെ പ്രതിഭ തെളിയിക്കാനുള്ള അവസരം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ലോകത്തെ തന്നെ ഏറ്റവും മികച്ച രാഷ്ട്രീയ ഉള്ളടക്കമുള്ള മേളയായി IFFK മാറുന്നുവെന്നത് ഏറെ സന്തോഷകരമാണ്. കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കനുസരിച്ച് സിനിമകൾ തയ്യാറാക്കേണ്ടി വരുന്നുവെന്ന വിഷയം ഗൗരവത്തോടെ കാണണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മേളയിലെ ചർച്ചകളും സംവാദങ്ങളും പുരോഗമന സ്വഭാവമുള്ളതാണ്. സമൂഹത്തിന്റെ നേർ പ്രതിഫലനമാണ് പലപ്പോഴും സിനിമയിൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ചലച്ചിത്രമേളയിൽ പാലസ്തീൻ ഐക്യദാർഢ്യ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. ആ രാജ്യത്തെ അവസ്ഥ ഇപ്പോൾ കൂടുതൽ മോശമാണ്. ആഭ്യന്തര യുദ്ധവും കുടിയിറക്കലും പ്രമേയമായ അർമേനിയൻ സിനിമകളാണ് ഇക്കുറി പ്രദർശിപ്പിക്കുന്നത്. അടിച്ചമർത്തപ്പെടുന്നവരുടെ ഒപ്പം നിന്ന് അവരുടെ ജീവിതാവസ്ഥകൾ ലോകത്തിനു മുന്നിൽ എത്തിക്കാനാണ് ചലച്ചിത്രമേളയിലൂടെ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ അടക്കമുള്ള മേളയായി IFFK അറിയപ്പെടുന്നത് ഏറെ അഭിമാനമുള്ള കാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. സിനിമാ പ്രദർശനം മാത്രമല്ല ഈ മേളയിൽ നടക്കുന്നത്. ഇവിടെ നടക്കുന്ന ചർച്ചകളും അഭിപ്രായ പ്രകടനങ്ങളും പുരോഗമന സ്വഭാവമുള്ളതാണ്. ചലച്ചിത്രമേള എന്നതിനപ്പുറം യുവതിയുവാക്കൾക്ക് കലാ സാംസ്കാരിക ഫാഷൻ രംഗങ്ങളിൽ ഇത് പുതുകാലത്ത് ഉണർന്നു വരുന്ന ട്രെൻഡുകളെ പരിചയപ്പെടുത്താനുമുള്ള വേദി കൂടിയായി ഈ ചലച്ചിത്രോത്സവം മാറുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാവിധ ഭേദചിന്തകൾക്കും അതീതമായ യുവാക്കളുടെ കൂട്ടായ്മകൾ ഈ മേളകളിൽ ഉണ്ടാകുന്നു. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ നിർമ്മിക്കപ്പെട്ട കലകളിൽ നിന്നും തുടരുന്ന കലകളിൽ ഏറ്റവും ജനകീയമായത് സിനിമ തന്നെയാണ്. സിനിമയുടെ ചരിത്രം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്വാധീനത്തിൽ വന്നു നിൽക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സ്വാധീനം ഇത്രയും ചടുലമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന മറ്റൊരു രംഗവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ നേർ പ്രതിഫലനമാണ് സിനിമയിൽ ഉണ്ടാകേണ്ടതെന്നും പറയേണ്ടി വരും. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് സാമൂഹിക മാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കാനുള്ള വേദിയെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള മാറി തീർന്നിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ ചലച്ചിത്രമേളയിലെ കൺട്രി ഫോക്കസ് വിഭാഗം പരിശോധിച്ചാൽ തന്നെ അത് മനസ്സിലാകും. കഴിഞ്ഞ മേളയിൽ പാലസ്തീനായിരുന്നു കൺട്രി ഫോക്കസ് വിഭാഗം. ആ രാജ്യത്തെ അവസ്ഥ കൂടുതൽ മോശമാകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇത്തവണ കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു നൂറ്റാണ്ട് പാരമ്പര്യമുള്ള അർമേനിയൻ സിനിമകളാണ്. ആഭ്യന്തര കലാപവും വംശഹത്യയും കുടിയിറക്കലുമെല്ലാം ഈ സിനിമയിലെ പ്രമേയമായി തുടരുന്നുണ്ട്. ഇത്തരത്തിൽ അടിച്ചമർത്തപ്പെടുന്നവരുടെയും പീഡിപ്പിക്കപ്പെടുന്നവരുടെ ഒപ്പം നിന്ന് അവരുടെ ജീവിതാവസ്ഥകൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഈ ചലച്ചിത്രമേളയിലൂടെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.